ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു റാണി ഫാഷൻ ഹബ്. ഞാനിന്നിവിടെ പ്രസന്റ് ചെയ്യുന്നത് നല്ല ബനാറസി വീവിങ്ങിലുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ചുരിദാർ മെറ്റീരിയലാണ്. രണ്ടെണ്ണം ഉണ്ട്, രണ്ട് കളർ ഷെയ്ഡ്. ഫസ്റ്റ് വൺ വരുമ്പോൾ ഈ ഒരു ലൈറ്റ് ബ്രിക്ക് ഷെയ്ഡും അടുത്ത വരുമ്പോൾ നല്ലൊരു ലാവൻഡറിന്റെ ലൈറ്റ് ഷെയ്ഡും. അങ്ങനെ ലൈറ്റ് കളറാണ് ഇന്നത്തെ നമ്മുടെ ബനാറസി വീവിങ്ങിലുള്ള ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതിൽ നല്ല ഒരു ബുട്ട വർക്കും വരുന്നുണ്ട്. പിന്നെ കൂടാതെ നല്ല ത്രെഡ് വർക്കിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടാതെ യോക്ക് ഏരിയയിലാണെങ്കിലും നല്ല ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ആക്കി കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 699, 699 പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത്. അപ്പം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അറ്റയറാണ്, ആരും തന്നെ മിസ്സാക്കരുത്. നല്ല കളറാണ്, ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ഫസ്റ്റ് ഷെയ്ഡ് ഇത് ഞാൻ ഓപ്പൺ ആക്കാം. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ലൈറ്റ് ബ്രിക്ക് റെഡ് കളറിലതാണ്. ഇതാണെങ്കിൽ കണ്ടോ, ദുപ്പട്ടയൊക്കെ നല്ല ലെങ്തും എടുത്തുമൊക്കെ ഉള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഇതെല്ലാം തന്നെ വീവിങ് ആണ് വരുന്നത് കേട്ടോ. കണ്ടോ, വീവിങ് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് അതിൽ ഫുള്ള്. പിന്നെ കൂടാതെ ചെറിയ രീതിയിൽ ഒരു പൈപ്പിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. 4 സൈഡഡ് ഇങ്ങനെ ബോക്സൽ ദുപ്പട്ട എന്നാണ് ഇതിന് പറയുന്നത്. കൂടാതെ ഇതാണ് ബോട്ടം വരുന്നത്. ടോപ്പിലാണെങ്കിൽ യോക്ക് ഏരിയയിൽ ഇങ്ങനെ ഒരു ചെറിയ സ്റ്റിക്കർ വർക്ക് യോക്ക് ഏരിയയിൽ വരുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഹെം ഏരിയയിൽ വരുമ്പോഴേക്കും സെയിം തന്നെ ഒരു നമ്മളുടെ സ്റ്റിക്കർ വർക്കും ചെയ്തിട്ടുണ്ട്. കൂടാതെ നല്ല ഒരു ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടാതെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ലീവ് ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 4XL വരെ ഈസി ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് കാണാം. നമ്മുടെ അടുത്ത കളർ ഷെയ്ഡ് ഈ ലൈറ്റ് ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡാണ്. പിന്നെ ഇതിൻ്റെ ലെങ്ത് വരുമ്പോൾ 50ഓളം വരുന്നുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള റെറ്റയറാണ്, പേസ്റ്റൽ ഷെയ്ഡാണ്. 2 കളർ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. 699 മാത്രമേ വരുന്നുള്ളൂ ഇതിൻ്റെ വില പ്ലസ് ഷിപ്പിംഗ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു അറ്റയർ ആരും തന്നെ മിസ്സാക്കരുത്. നമ്മുടെ ഗീവ് അവേയുടെ കാര്യം ആരും മറന്നു പോകരുത്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോയിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.